നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ തീരുവ അടിച്ചേൽപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തവണ ഇന്ത്യയുൾപ്പെടെ 60 രാജ്യങ്ങൾക്ക് മേലെയാണ് തീരുവ ഭാരം അടിച്ചേൽപ്പിച്ചത്. നിലവിലുള്ള 10% തീരുവയുടെ കാലാവധി ജൂലൈ 24 അവസാനിക്കാനിരിക്കെയാണ് പുതിയ പ്രഖ്യാപനം. ഇളവുകൾക്ക് വിധേയമായി 10 മുതൽ 12.5% വരെ തീരുവയാണ് പുതുതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയും ചൈനയും ജപ്പാനും യൂറോപ്യൻ യൂണിയനും ദക്ഷിണ കൊറിയയും സിംഗപ്പൂരും അടക്കം 60 രാജ്യങ്ങൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലൂടെ അനധികൃതമായി നേട്ടമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ പുതിയ തീരുവ യുദ്ധം. ആരോപണങ്ങളിന്മേൽ സെക്ഷൻ 301 പ്രകാരം ട്രംപ് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ തീരുവ ചുമത്തിയിരിക്കുന്ന രാജ്യങ്ങൾ തൊഴിലാളികളെ കൊണ്ട് അമിതമായി പണിയെടുപ്പിച്ച് ഉൽപാദനം ഉയർത്തിയെന്നും അധികമായി ഉൽപ്പാദിച്ചവ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കിയെന്നും കുറ്റമാരോപിച്ചാണ് ഈ തീരുവ ചുമത്തൽ. മോഡേൺ ഡേ സ്ലേവറി അഥവാ പുത്തൻകാല അടിമത്തം ട്രംപ് ഒരിക്കലും പൊറുക്കില്ലെന്ന് പുതിയ തീരുവയെ ന്യായീകരിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് വ്യക്തമാക്കി. ട്രംപിന്റെ ഈ തീരുമാനത്തോട് ചൈനയും യൂറോപ്യൻ യൂണിയനും സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ യുഎസിന് ഇതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള സാമ്പത്തിക വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിനും ആഗോള സമ്പദ് വ്യവസ്ഥ വ്യാപാര മേഖല വീണ്ടും താറുമാറാകുന്നതിനും കാരണമായേക്കാം. ഇപ്പോൾ തീരുവ ചുമത്തിയിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്കുള്ള 99.4% ഉൽപ്പന്നങ്ങൾക്കും പുതിയ തീരുവ ബാധകമാണ്. സ്റ്റീൽ, അലുമിനിയം, എണ്ണ, ഗ്യാസ്, വളം, ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, വാഹനം എന്നിവയ്ക്ക് പുതിയ തീരുവ ബാധകമല്ല. ഇവയ്ക്ക് ട്രംപ് നേരത്തെ തന്നെ മറ്റൊരു തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറിൽ ഇളവുള്ളവയ്ക്കും പുതിയ തീരുവ ബാധകമല്ല. ട്രംപ് ബ്രസീലിന് 25%വും കാനഡയ്ക്ക് 50% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ യുദ്ധം പ്രഖ്യാപനം. ഇതേ ആക്ടിലെ സെക്ഷൻ 122 പ്രകാരം മുൻപ് ചുമത്തിയ 10% തീരുവയുടെ കാലാവധിയാണ് ജൂലൈ 24 അവസാനിച്ചത്. ഈ ചട്ടപ്രകാരം 150 ദിവസത്തേക്ക് മാത്രമേ തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുള്ളൂ. ഇന്ത്യ 12.5% തീരുവ വിഭാഗത്തിലാണ് വരേണ്ടതെങ്കിലും സെക്ഷൻ 301 പ്രകാരമുള്ള അന്വേഷണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നതിനാൽ 10% സ്ലാബിലേക്ക് മാറ്റിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇന്ത്യയുമായി വ്യാപാര കരാർ ഉറപ്പിക്കാനുള്ള ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. 10% താരിഫ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ UK, മെക്സിക്കോ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, ശ്രീലങ്ക, ജോർദാൻ, അർജന്റീന, എൽ സാൽവദോർ, ഇക്വഡോർ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ തുടങ്ങിയവയാണ്. എന്നാൽ 10%ത്തിലും 12.5%ത്തിലും വരുന്ന താരിഫ് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. താരിഫ് യുദ്ധത്തേക്കാൾ മൂർച്ചയേറിയതാണ് ട്രംപിന്റെ ഇറാനുമായുള്ള യുദ്ധം. വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദി മുഖേന ട്രംപ് സമർപ്പിച്ച നിർദ്ദേശം ഇറാൻ സ്വീകരിക്കുകയോ അതിന്മേൽ ചർച്ച നടക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുകയും ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ ശിക്ഷ സൈനികമായി ഇറാന് നൽകുമെന്നും ട്രംപ് പറയുകയും ചെയ്തു. ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകളെ ആക്രമിച്ചാൽ അതിന്റെ കുറ്റവും ഇറാനുമേൽ ചാർത്താനും നഷ്ടപരിഹാരം എന്നോണം ഇറാന്റെ മരവിച്ച ഫണ്ടുകൾ ഉപയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് ചെറുക്കാൻ ഇറാൻ ടെഹ്റാനിൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചു. ഹൂതികളും എണ്ണക്കപ്പൽ ആക്രമിച്ചു തുടങ്ങിയതോടെ ക്രൂഡ് ഓയിൽ വില കത്തിക്കയറുകയാണ്. ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. കാരണം ക്രൂഡ് ഓയിൽ വില ബാരലിൽ $100 കഴിഞ്ഞിരിക്കുകയാണ്. ഉപഭോഗത്തിനുള്ള 90% എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് വില ബാരലിന് $65 കടന്നാൽ അത് പ്രതിസന്ധി തന്നെയാണ്. എണ്ണവില കൂടുകയും US ഡോളർ സൂചിക 101.46 വരെ ഉയർന്നത് സ്വർണത്തിന് ആഘാതമായി. രാജ്യാന്തര വില ഇപ്പോഴുള്ളത് $100 ഇടിഞ്ഞ് $4046. കേരളത്തിലും ഇന്ന് വില താഴെ. വെള്ളിക്കും രാജ്യാന്തര വിപണിയിൽ അടിതെറ്റി. വില ഔൺസിന് 3.75% കുറഞ്ഞ് $57.69. ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. കാരണം ക്രൂഡ് ഓയിൽ വില ബാരലിൽ $100 കഴിഞ്ഞിരിക്കുകയാണ്. ഉപഭോഗത്തിനുള്ള 90% എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക്
വില ബാരലിന് $65 കടന്നാൽ അത് പ്രതിസന്ധി തന്നെയാണ്.